ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ആനി റോയ്സ്. പിക്കാർട്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ അമൃതപ്പൊടി വെച്ചിട്ടുള്ള നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായി നമ്മളെപ്പോഴും പറയും പോലെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വേഗം തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട് പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് അമൃതപ്പൊടിയാണ്. 1 ഗ്ലാസ് അമൃതപ്പൊടിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുക. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് നമ്മളിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി നമ്മളിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില കൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. നമ്മളിവിടെ ഒരു മീഡിയം സൈസ് 3 ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് പുഴുങ്ങിയതിന് ശേഷം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതുകൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. 2 മുട്ട ഉപ്പിട്ട് ചിക്കിയെടുത്തത് കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ്. 1 ടീസ്പൂൺ മുളക് പൊടിയും ഒപ്പം തന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി നമ്മളിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടി കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നും തന്നെയില്ല. ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു വെള്ളം കൊണ്ട് തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മളിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് പുരട്ടിയതിന് ശേഷം നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലേക്കൊന്ന് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മളിതെല്ലാം ഇവിടെ ഇതുപോലെയൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് തിക്കായിട്ട് പരത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ കുറച്ചൊരു കട്ടി മാത്രം മതിയാകും. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അതിനായിട്ട് നമ്മളിവിടെ ഓയിൽ എടുത്തിട്ടുണ്ട്. ഈ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇത് ഓരോന്നായിട്ട് നമുക്ക് ഈ എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതിൻ്റെ ഒരു വശം ഒന്ന് ഫ്രൈ ആയി വന്നാൽ പിന്നെ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ 2 വശം ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാവുന്നതാണ്. അമൃതപ്പൊടി വെച്ചിട്ടുള്ള ഈ ഒരു സ്നാക്ക് ഇവിടെ ഇപ്പോൾ റെഡിയാണ് കേട്ടോ. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്, കഴിക്കാൻ അതിലേറെ ടേസ്റ്റുമാണ്. അമൃതപ്പൊടി വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുക എന്ന് പറയുകയില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അമൃതപ്പൊടിയൊക്കെ കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ അവരത് യാതൊരു മടിയും കൂടാതെ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. സാധിക്കുന്ന എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്